തിരുവനന്തപുരം നെടുമങ്ങാട് യുവാവിനെ കുത്തിക്കൊന്നു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ സാജനാണ് കൊല്ലപ്പെട്ടത്. നൃപൻ ചക്രവർത്തി വിശദാംശങ്ങളുമായി ചേരുന്നു. നൃപൻ, എന്താണ് ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്? എന്താണ് അത് സംബന്ധിച്ച് കിട്ടുന്ന വിശദാംശങ്ങൾ? വിനീഷ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് നെടുമങ്ങാട് ഏണിക്കര നെടുമ്പാറയിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സാജനെ കുത്തേൽക്കുന്നു. സാജൻ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. 32 വയസ്സുള്ള സാജനാണ് കൊല്ലപ്പെട്ടത്. ഈ സാജനെ അപ്പോൾ തന്നെ ഈ കുത്തേറ്റ് കിടന്ന സാജനെ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ 6:30 സാജൻ മരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് സാജൻ തൊട്ട് അയൽവാസിയായ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചുവെന്നും ഈ സ്ത്രീയുടെ ഭർത്താവും ബന്ധുക്കളും നെടുമങ്ങാട് സ്റ്റേഷനിൽ കൊണ്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ആ പരാതിയിൽ തുടരന്വേഷണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടക്കുന്നതിനിടയിലാണ് വൈകിട്ടോടുകൂടി സാജനെ ഈ സ്ത്രീയുടെ ബന്ധുക്കൾ പരിക്കേൽപ്പിക്കുന്നത്. തുടർന്നാണ് സാജൻ മരിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. സാജൻ എന്ന് പറയുന്നയാൾ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും ഒപ്പം തന്നെ ഗുണ്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുമാണ്. സാജനെതിരെ നിരവധി കേസുകൾ നിലവിൽ നെടുമങ്ങാടും തുടങ്ങിയ നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനിൽ കേസുകൾ നിലവിലുണ്ട്. ഇത് മറ്റ് ഗുണ്ടാ കേസുമായി ബന്ധപ്പെട്ട പരസ്പര സംഘർഷത്തിന്റെ ഭാഗമായി സംഭവിച്ചതല്ല എന്ന് പോലീസ് പറയുന്നു. മറിച്ച് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കാരണം സ്ത്രീയെ മോശമായി പെരുമാറുകയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാരണം അവരുടെ ബന്ധുക്കൾ സാജനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി സംഭവം നടക്കുന്നു. ഇന്ന് പുലർച്ചെ 6:30 സാജൻ മരിക്കുകയായിരുന്നു. വിനിഷ. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.